ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രതീക്ഷയുടെ പുതുവർഷം ദൈവത്തിൻ്റെ കൃപയിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേലിൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവ്, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. വേദപുസ്തകത്തിലെ ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. 2026 എന്ന പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് ഓരോ ദിവസവും. സക്കായി എന്ന് പറയുന്ന വ്യക്തി ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ മനുഷ്യനായിരുന്നു. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനമോ സന്തോഷമോ ഇല്ലാത്ത വ്യക്തിയായിരുന്നു. യേശുവിനെ കാണുവാൻ തീവ്രമായി ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ആ ആഗ്രഹം സാധ്യമായി തീരുന്നതിനു വേണ്ടി വളർച്ചയിൽ കുറിയവനായ സക്കായി കാട്ടത്തിമരത്തിന്മേൽ കയറി ഇരിക്കുകയാണ്. യേശു അതുവഴി വരികയായിരുന്നു. യേശുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയെ പേര് ചൊല്ലി യേശു വിളിക്കും, സക്കായിയെ, വേഗം ഇറങ്ങി വാ എന്ന്. സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്ന് യേശു പറയുകയാണ്, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഒന്ന് കാണുവാൻ ആഗ്രഹിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ യേശു അവൻ്റെ ഭവനത്തിൽ പോയി സന്തോഷവും കൂട്ടായ്മയും നൽകി കൊടുക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ്. ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഭവനത്തിൽ എത്തിച്ചേർന്ന ഭവനത്തിന് സ്വർഗീയമായ സന്തോഷം നൽകി കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളുമായി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന് ഇടം കൊടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് ഇടം കൊടുക്കുക എന്നുള്ളതാണ്. സക്കായി പറയുന്നു, ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി മടക്കി കൊടുത്തുകൊള്ളാം. ആ അനുതാപമാണ് ഉണ്ടാകുന്നത്. സക്കായിയുടെ ജീവിതത്തിൽ പുതുക്കമുണ്ടാകുന്നു, രൂപാന്തരമുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുതാപമാണ് ഉണ്ടാകേണ്ടത്, പുതുക്കമാണ് ഉണ്ടാകേണ്ടത്, രൂപാന്തരമാണ് ഉണ്ടാകേണ്ടത്. തെറ്റിനെക്കുറിച്ച് തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. തെറ്റ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു വർഷം പിന്നിട്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ പഴയ വർഷത്തിലെ എല്ലാ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ വർഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് ആവശ്യമായിട്ടുള്ളത്. സക്കായിയുടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ടി സക്കായി ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെയും തൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും അനുതാപത്തോടുകൂടി കർത്താവിനോട് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നതായ സക്കായിയാണ് നമുക്ക് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയാണ് ഏറ്റവും ആവശ്യം. ഇത് നോമ്പിൻ്റെ നാളുകളാണ്. എന്തിനാണ് നോമ്പ്? അനുതാപത്തിൻ്റെ നാളുകളാണ് എന്നുള്ളതാണ്. ഭക്ഷണം വെടിയുക മാത്രമല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സഭ ഈ ശ്രേഷ്ഠമായ നാളുകളെ അങ്ങനെയാണ് കാണുന്നത്. വിശ്വാസിയുടെ ജീവിതത്തിലെ അനുതാപമുണ്ടാവുകയും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് അതിനെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ടി സമർപ്പിക്കുന്ന അനുഭവമായി തീരുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെട്ട ജീവിതമായി തീരണം. ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കപ്പെട്ട ജീവിതമായി തീരണം. സക്കായി യേശുവിൻ്റെ കരങ്ങൾ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്.
സക്കായിക്ക് യേശുവിനെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതായ സന്തോഷമാണ്. ഉള്ളിൽ നിറഞ്ഞ സന്തോഷം, മനസ്സ് നിറഞ്ഞ സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുന്നതാണ് ഭൂമിയിലേക്ക് ശ്രേഷ്ഠമായ അനുഭവം എന്നുള്ളത്. ദൈവ വിളിയാണ് ഭൂമിയിലേക്ക് ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നതാണ് ഭൂമിയിലേക്ക് ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത്. അവിടെ ദൈവവിളി കേൾക്കുക, അനുസരിക്കുക, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. സക്കായിയെ പോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമുക്ക് ഏറ്റുപറയാം, ഉപേക്ഷിക്കാം. ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. പുതിയ വർഷം നമുക്ക് പ്രതീക്ഷയുടെ വർഷമാക്കി തീർക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതീക്ഷയുടെ വർഷമാക്കി തീർക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കതിനു വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിന് നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അവിടുത്തെ മക്കളായ അടിയങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വരുമ്പോൾ അങ്ങ് സ്വീകരിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. സക്കായിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാവുകയും രൂപാന്തരം ഉണ്ടാവുകയും പുതുക്കം ഉണ്ടാവുകയും ചെയ്തല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടുവാനും അനുതാപവും രൂപാന്തരവും പുതുക്കം ഉണ്ടാകുവാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ച് കർത്താവേ. പ്രതീക്ഷയുടെ ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും സന്തോഷത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ച് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ച് കർത്താവേ. അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കണമെന്ന് അപേക്ഷിച്ച് കർത്താവേ. കടഭാരത്തിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, മറ്റ് പ്രയാസങ്ങളിൽ നിന്നും, സമാധാനമില്ലാത്ത അവസ്ഥകളിൽ നിന്നുമെല്ലാം വിടുവിച്ച് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. ദൈവത്തിൻ്റെ കരുതൽ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ കുർബാനയുടെ സംബന്ധവും സഹവാസവും വാഴ്വുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.